ചെങ്കടൽ തീരത്ത് യാംബുവിൽ ഇപ്പോൾ പൂക്കാലമാണ്. ലക്ഷക്കണക്കിന് പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഈ കാഴ്ച കാണാൻ പതിനായിരക്കണക്കിന് സന്ദർശകരാണ് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത്. പാട്ടും ആട്ടവും ക്വിസ് മത്സരങ്ങളും ഒക്കെയായി യാംബുവിലേക്കുള്ള ബസ് യാത്ര തന്നെ ഒരു വേറിട്ട അനുഭവമാണ്. സൗദി അറേബ്യയിലെ രണ്ടാമത്തെ വ്യവസായ നഗരമാണ് യാംബു. ചെങ്കടലിനും മരുഭൂമിക്കും ഇടയിലെ തന്ത്രപ്രധാന വ്യവസായ കേന്ദ്രം. ഇവിടെയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് പൂക്കളും ചെടികളും ഇങ്ങനെ വിടർന്നു നിന്ന് നിറഞ്ഞു നിന്ന് സന്ദർശകരെ സ്വീകരിക്കുന്നത്. പൂക്കളും പൂമണവുമായി ഒരു വസന്തകാലം. മദീന ഗവർണർ സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരനാണ് യാംബുവിലെ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തത്. യാംബു റോയൽ കമ്മീഷനാണ് സംഘാടകർ. ഈ മാസം 27 വരെ 15ാമത് പുഷ്പമേള സന്ദർശകരെ സ്വീകരിക്കും. യാംബുവിൽ നിന്നും ജിദ്ദയിലേക്കുള്ള പാതയോട് ചേർന്ന് അൽ മുനസാബാത്ത് ഇവന്റ്സ് പാർക്കിലാണ് പുഷ്പമേള. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള അപൂർവ ഇനം പൂക്കളും ചെടികളുമെല്ലാം ചേർന്ന് വേറിട്ട ഒരനുഭവം. വൈകിട്ട് 4 മണി മുതലാണ് ഈ പൂങ്കാവനത്തിലേക്കുള്ള പ്രവേശനം. രാത്രി 12:30 വരെ കാഴ്ചകൾ ആസ്വദിച്ച് ഓരോയിടത്തും ചുറ്റിക്കറങ്ങാം. 11.5 റിയാലാണ് പ്രവേശന നിരക്ക്. മേള നടക്കുന്ന സ്ഥലത്തു നിന്നും നേരിട്ടും ഓൺലൈനായും ടിക്കറ്റ് എടുക്കാം. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യം. മേളയുടെ ഭാഗമായുള്ള മറ്റ് ഇവന്റുകൾ ആസ്വദിക്കാൻ പ്രത്യേക ടിക്കറ്റ് ആവശ്യമാണ്. ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഒരുപാട് പുഷ്പങ്ങളും കാര്യങ്ങളും ഈ വർഷം കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും വെറൈറ്റിയായ ഒരുപാട് കാര്യങ്ങളും ഇവിടെ കാണാനുണ്ട്. ജിദ്ദ, റിയാദ്, തായിഫ്, മദീന തുടങ്ങി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ ഈ പൂക്കാലം ആസ്വദിക്കാൻ ഇവിടെ എത്തും. 50 പേർക്ക് യാത്ര ചെയ്യാവുന്ന വലിയ ബസ്സുകളിലാണ് മലയാളികൾ അടക്കമുള്ള ചിലരുടെ യാത്ര. പാട്ടും ക്യൂസ് അടക്കമുള്ള മത്സരങ്ങളുമായി ഒരു വിനോദയാത്ര തന്നെയാണ് യാംബുവിലേക്ക്. ജിദ്ദയിൽ നിന്നും 4 മണിക്കൂർ യാത്ര ചെയ്താണ് 20ഓളം ബസ്സുകളിലായി മലയാളികൾ കഴിഞ്ഞ ദിവസം യാംബുവിലെത്തിയത്. ഏറനാട് മണ്ഡലം KMCC, ജിദ്ദ നവോദയ കുടുംബവേദി തുടങ്ങി വിവിധ പ്രവാസി സംഘടനകൾ ഇതുപോലെ യാത്രയൊരുക്കും. വൈകുന്നേരം പുഷ്പമേള തുടങ്ങും മുൻപ് യാംബുവിലെ മറ്റ് പ്രധാന കാഴ്ചകൾ സന്ദർശിക്കുന്നതും സഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ്. ബീച്ച്, ബോട്ട് യാത്ര എന്നിവയെല്ലാം ഈ ആഘോഷയാത്രയിലെ അനുഭവങ്ങൾ. പുഷ്പോത്സവം പൂക്കളുടെ മാത്രം കാഴ്ചയല്ല, കലാ സാംസ്കാരിക വിനോദ പരിപാടികളുടെ വേദി കൂടിയാണ് യാംബു. ഗെയിമുകൾ, പാർക്കുകൾ, ഫുഡ് കോർട്ടുകൾ, കഫേകൾ, റീസൈക്കിൾ ഗാർഡൻ, ലൈവ് മ്യൂസിക്, പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും പാർക്കുകൾ, ഇങ്ങനെ കാഴ്ചകൾ അനന്തമായി നീണ്ടുപോകും. പുഷ്പോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വിവിധ പ്രൊജക്ടുകൾ അവതരിപ്പിക്കാനും അവസരം നൽകുന്നുണ്ട്. പുനരുപയോഗ വസ്തുക്കൾ ഉപയോഗിച്ച് മലയാളി വിദ്യാർത്ഥിനി ജസ്ലീം ബാബു അവതരിപ്പിച്ച കാഴ്ച എല്ലാവരെയും അമ്പരപ്പിച്ചു. ഇത് എൻ്റെ പ്രൊജക്റ്റാണ്. എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഈ പ്രൊജക്റ്റ് വെക്കാമെന്ന്. ഈ പ്രൊജക്റ്റിൽ കുറേ തീമുകളുണ്ട്. മെറൈൻ തീമുണ്ട്, ഫോറസ്റ്റ് തീമുണ്ട്, IC യാംബു തീമുണ്ട്. അതിൽ ഞാൻ ഉണ്ടാക്കിയതാണ് മെറൈൻ തീം. മക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ മാതാപിതാക്കൾക്കും അടങ്ങാത്ത സന്തോഷം. പല ദേശങ്ങളിൽ നിന്നുമുള്ളവർ ഈ കാഴ്ച കണ്ട് മക്കളെ അഭിനന്ദിക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയും.
എല്ലാ വർഷവും യാമ്പൂൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ടുള്ള ഇതിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വിദേശികൾക്ക് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദേശികളായ മക്കൾക്ക് സൗദി ഒരുക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർ റീസൈക്കിൾ ഐറ്റംസുകളുടെ ഒരു ഷോ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ മക്കൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവർ കൊടുത്തിരിക്കുന്നുണ്ട്. അതിന് കിട്ടുന്നവർക്ക് മത്സരത്തിന് സമ്മാനം വരെ അവർ കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വിദേശികളായ ഞങ്ങൾക്ക് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആകാശത്തുമുണ്ട് വിസ്മയങ്ങൾ. രാത്രി 9 മണിക്കുള്ള കരിമരുന്ന് പ്രയോഗം അവിസ്മരണീയ കാഴ്ചയാണ്. വെളിച്ചത്തിൻ്റെയും അലങ്കാര വിളക്കുകളുടെയും ലേസർ കാഴ്ചകളുടെയുമെല്ലാം മായാലോകമാണ് രാത്രിയിലെ കാഴ്ച. പൂക്കളാൽ ഓരോ രൂപങ്ങളും അത്ഭുതങ്ങളും തീർക്കുകയാണ് യാമ്പു. 3 ലോക റെക്കോർഡുകളാണ് യാമ്പു ഫ്ലവർ ഷോയ്ക്ക് ലഭിച്ചത്. 19,474 ചുവന്ന റോസാ പൂക്കൾ കൊണ്ടെഴുതിയ ഭരണാധികാരിയുടെ സൽമാൻ എന്ന വാക്ക്, ഏറ്റവും വലിയ പൂക്കുട്ട, പുനരുപയോഗ വസ്തുക്കളാൽ നിർമ്മിച്ച ഏറ്റവും വലിയ റോക്കറ്റിന്റെ മാതൃക. 2 തവണ ഗിന്നസ് വേൾഡ് റെക്കോർഡും യാമ്പു പുഷ്പോത്സവം സ്വന്തമാക്കിയിട്ടുണ്ട്. പൂക്കളുടെയും പൂമരങ്ങളുടെയും മറക്കാത്ത കാഴ്ച കാണാൻ പല ദിക്കുകളിൽ നിന്നും എന്നും ആളുകളുടെ പ്രവാഹമാണ്. വാരാന്ത്യങ്ങളിലാണ് ഏറ്റവും അധികം ആളുകൾ ഈ കാഴ്ച കാണാൻ ഇവിടെ എത്തുന്നത്.